അതിനുശേഷം 4 മുതൽ 9 വരെയുള്ള സർഗങ്ങളാണ് പ്രധാനമായും ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ഉപദേശിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും അറിയുകയും പഠിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടത് ഈ 4 മുതൽ 9 വരെയുള്ള സർഗത്തിലെ കാര്യങ്ങളാണ്. 10ാമത്തെ സർഗത്തിൻ്റെ പേര് സന്യാസം എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം പല പല ഘട്ടങ്ങളിൽ കൂടി അഥവാ പല പല ആശ്രമങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്ന് നമുക്കറിയാം അല്ലേ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ ആശ്രമങ്ങൾ 4 ഉണ്ട്. എന്നാൽ ആധുനിക ഋഷിയായ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ പറയുന്നു, വേദങ്ങളിലും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ബ്രഹ്മചര്യത്തിനും ഗാർഹസ്ഥ്യത്തിനും സന്യാസത്തിനുമായതുകൊണ്ട് ഈ 3 ആശ്രമങ്ങളിൽ കൂടി മാത്രം നമ്മൾ കടന്നു പോയാൽ മതിയെന്ന് തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സന്യാസം എന്ന ആശ്രമത്തെക്കുറിച്ചിട്ടാണ് 10ാമത്തെ സർഗത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതലും ഗൃഹസ്ഥാശ്രമികളായതുകൊണ്ട് തന്നെ നമുക്ക് 4 മുതൽ 9 വരെയുള്ള സർഗങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ഇവിടുന്ന് തുടങ്ങുകയാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും അതിനുശേഷമുള്ള ശേഷക്രിയയെക്കുറിച്ച് 9ാമത്തെ സർഗത്തിൻ്റെ പേര് അപരക്രിയ എന്നാണ്. മരണാനന്തര ക്രിയയെക്കുറിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ 9ാമത്തെ സർഗത്തിൽ നമുക്ക് വിവരിച്ചു നൽകുന്നത്. അപ്പോൾ 4ാമത്തെ സർഗത്തിൻ്റെ പേര് തലക്കെട്ട് സൂതകം എന്നാണ്. സൂതകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രസവ ശുശ്രൂഷ. ഒരുവൻ്റെ ജീവിതം ആരംഭിക്കുകയാണ് അല്ലേ. അപ്പം അവൻ അമ്മയുടെ ഉള്ളിൽ നിന്ന് റിലീസായി വെളിയിലേക്ക് വരുന്നത് അമ്മ പ്രസവിച്ചിട്ടാണ് അല്ലേ. പ്രസവം എന്നാണ് ആ കർമ്മത്തെ നമ്മൾ വിളിക്കുക. അപ്പോൾ പ്രസവ സംബന്ധിയായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന A to Z കാര്യങ്ങൾ ഇതാണ് സ്വാമി നമുക്ക് ഈ 4ാമത്തെ സർഗത്തിൽ ആദ്യം വിവരിച്ചു നൽകുന്നത്. അതായത് ആദ്യം പറഞ്ഞു തരുന്നത് ലേബർ റൂം അഥവാ പ്രസവ മുറി എപ്രകാരമായിരിക്കണം എന്ന് പറയുന്നു. വായു സഞ്ചരിക്കുന്നതിനും വെയിൽ തട്ടാതെ ഇരിക്കുന്നതിനും സൗകര്യമുള്ള ജനാലകളോട് കൂടിയതായിട്ടുള്ള വിസ്താരമുള്ള ഒരു മുറിയായിരിക്കണം പ്രസവ മുറി അഥവാ ലേബർ റൂം. അപ്പം അവിടെ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീയെ പരിചരിക്കേണ്ടുന്ന ഡോക്ടർമാരും നേഴ്സുമാരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം, ഡോക്ടറിനും നേഴ്സിനും ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകൾ എല്ലാം ശ്രീനാരായണ ഗുരു എന്ന ഗൈനക്കോളജിസ്റ്റ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്ന വാക്ക് ഡോക്ടറിനോ നേഴ്സെന്നോ അല്ല, മറിച്ച് പതിച്ചി എന്നും പരിചാരികമാർ എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു 100 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി നടക്കുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അമ്മമാർ വീട്ടിൽ വന്നിട്ട് പ്രസവം എടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തൃപ്പാദങ്ങൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എങ്കിലും അന്നത്തെ വൈറ്റാട്ടി എന്ന് പറയുന്നത് ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റാണ് അല്ലേ, ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, നേഴ്സുമാർ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് സൂതകം എന്ന ഭാഗത്ത് തൃപ്പാദങ്ങൾ വിവരിക്കുന്നത്. അതിനുശേഷം ബാലോപചരണം, 5 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ എപ്രകാരം പരിപാലിക്കണം എന്ന് 4ാം സർഗത്തിൽ തന്നെ ഗുരു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പല ആചാരങ്ങളിൽ കൂടിയും അനുഷ്ഠാനങ്ങളിൽ കൂടിയും കടന്നു പോകുന്നവരാണ്. ഇതേക്കുറിച്ചൊക്കെ പല ആളുകൾക്കും സംശയങ്ങളുണ്ട്. ശരിയായ ധാരണകളും തെറ്റായ ധാരണകളുമുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളുടെയൊക്കെ ദൂരീകരണം എവിടെ നിന്ന് നമുക്ക് ലഭിക്കും എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. പല ആളുകളോടും ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഒരു ഏകീകരണം കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം കൂടി ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തിനുള്ളത് കൊണ്ട് തന്നെ ഈ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം ശ്രീനാരായണ മഹാമുനി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം നടക്കുന്ന ആചാരപരമായിട്ടുള്ള ചടങ്ങ് എന്താണ്? നൂല് കെട്ട് അല്ലേ. ഇത് നമ്മൾ എങ്ങനെയാണ് സാധാരണ രീതിയിൽ നടത്താറുള്ളത്? പെൺകുട്ടിയാണെങ്കിൽ എന്ന് നടത്തും? 28ാമത്തെ ദിവസമാണ്, 28ാം തീയതി, 8ാമത്തെ ദിവസം അല്ലേ. ആൺകുട്ടിയാണെങ്കിൽ
7-ാം തീയതിയോ 7-ാമത്തെ ദിവസം 27-ാമത്തെ ദിവസം അങ്ങനെയല്ലേ ചെയ്തു വരുന്നേ? ആണോ? ഇനി ഞങ്ങളങ്ങനെ പറഞ്ഞത് തെറ്റിപ്പോയോ എന്നാണോ ആലോചിക്കുന്നത്? ഇത് ഈ 27-ാമത്തെ ദിവസമോ 28-ാമത്തെ ദിവസമോ നടത്തിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? വീഴുമോ? എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് തോന്നുന്നുണ്ടോ? ഇനി ശ്രീനാരായണ ഗുരു എന്ന മഹാഗുരുവിന് വഴികാട്ടിക്ക് ശ്രീനാരായണ ഗുരു ഉപദേശിച്ചു തന്ന മോക്ഷമാർഗത്തിൽ ഈ നാമകരണം എന്ന ചടങ്ങിനെ കുറിച്ച് ഗുരു പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. കുഞ്ഞ് ജനിച്ച് 15 ദിവസത്തിന് ശേഷം 3 മാസത്തിനകം നല്ല നക്ഷത്രവും തിഥിയും നോക്കി വിളിക്കാൻ എളുപ്പമുള്ളതും അക്ഷരം കുറച്ചുള്ളതും അർത്ഥമുള്ളതുമായിട്ടുള്ള ഒരു പേര് കുഞ്ഞിന് നൽകണം. അതായത് കൃത്യം 27-ാമത്തെയോ 28-ാമത്തെയോ ദിവസം തന്നെ ഇത് നടത്തണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? 15 ദിവസത്തിന് ശേഷം 3 മാസത്തിനകം നല്ലൊരു ദിവസം നിശ്ചയിച്ച്, മിക്കവാറും ആളുകൾ ഈ നൂല് കെട്ടുന്ന ദിവസം, അല്ലാത്തതിനൊക്കെ നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാറുണ്ട്, പക്ഷേ ഈ നൂല് കെട്ടുന്ന ദിവസം നോക്കാനായിട്ട് നമ്മൾ ജ്യോത്സ്യരുടെ അടുത്ത് പോകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത് 28-ാമത്തെ ദിവസമോ 27-ാമത്തെ ദിവസമാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതി അങ്ങനെ കണ്ടു വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മളൊരു നല്ല ദിവസം നിശ്ചയിച്ചിരിക്കണം എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ജ്യോത്സ്യരോട് ചോദിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത്, ഏത് ദിവസം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. 15 ദിവസത്തിന് ശേഷം 3 മാസത്തിനകം ഏത് ദിവസം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതൊരു നല്ല ദിവസമായിരിക്കണം. ആ ദിവസം അക്ഷരം കുറച്ചുള്ളതും വിളിക്കാൻ എളുപ്പമുള്ളതും അർത്ഥമുള്ളതുമായ ഒരു പേര് കുഞ്ഞിന് നൽകണം എന്നൊരു നിബന്ധന മാത്രമാണ് സ്വാമി തൃപാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷം വരുന്ന ചടങ്ങ് എന്താണ്? ആചാരപരമായിട്ടുള്ള ചടങ്ങ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചോറൂണ് അല്ലേ. ഇനി ഇത് എത്രാമത്തെ ദിവസമാണ് നമ്മൾ ചെയ്യാറുള്ളത്? ആൺകുട്ടിയാണെങ്കിൽ 5-ാം മാസം, അങ്ങനെയാണോ എല്ലായിടത്തും? ആണോ? വ്യത്യാസമുള്ളവരുണ്ടോ? ഇല്ല. പെൺകുട്ടിയാണെങ്കിൽ 6-ാം മാസം. ഇതാരാ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ? ആര് പറഞ്ഞു? ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു പോരുന്നു അല്ലേ. ഇപ്പം നമ്മുടെ കാലം പുരോഗമിച്ചു. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. ഇപ്പോൾ വെറുതെ ആണെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകളും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമില്ലയോ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടുന്നത് വളരെ അത്യാവശ്യമായിട്ടുണ്ട്. ഈ 5-ാം മാസം എന്തിനാണ് ആൺകുട്ടികൾക്ക് എന്തിനാണ് ഇത്ര നേരത്തെ ചോറ് കൊടുക്കുന്നത്? ആൺകുട്ടികളായതുകൊണ്ട് കുറച്ച് നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? ആണോ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം ആളുകൾ ഒരു 10-ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഈ 10-ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കണം. 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും 2 രീതിയിലുള്ള ദഹന വ്യവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം 2 പേർക്കും വ്യത്യാസമുണ്ട് അല്ലേ. എന്നാൽ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉള്ളതായിട്ട് നമുക്കറിയാമോ? പിന്നെന്തിനാണ് നമ്മൾ ഈ ആൺകുട്ടികൾക്ക് നേരത്തെ തന്നെ ചോറ് കൊടുക്കുന്നത്? ആ സംശയം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ അഭിപ്രായത്തിലേക്ക് വരാം. അമ്മയുടെ പാൽ കുടിക്കുന്നവനും പല്ല് മുളയ്ക്കാത്തവനുമായ കുഞ്ഞിന് കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടാകയാൽ അവന് 6 മാസം വരെ ചോറ് കൊടുക്കരുത്. ഇതാണ് ശ്രീനാരായണ ഗുരു എന്ന പീഡിയാട്രീഷ്യൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം ആ കുട്ടിക്ക് കൊടുത്താൽ മതിയാകും.